തെലുങ്ക് സിനിമ ബാലകൃഷ്ണയുടെ സിനിമ കാണില്ലേ അമ്മാതിരി ഒരു ഇത് ടിപ്പിക്കൽ തെലുങ്ക് പടം എന്ന് വെച്ചാൽ തെലുങ്ക് പടം വാറും കൂലി വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കൂലി തന്നെയാണ് ഏറ്റവും ബെറ്റർ. കൂലിയേക്കാൾ ഭേദമായിട്ടാണ് എനിക്ക് തോന്നിയത്. വെൽക്കം ബാക്ക്. ഇന്ത്യൻ സിനിമ കാത്തിരുന്ന 2 ക്ലാഷ് റിലീസുകൾ, അതിൽ ഒന്നിന്റെ റിസൾട്ട് നമ്മൾ അറിഞ്ഞു. ഇനി അറിയാനുള്ളത് ഋത്തിക് റോഷനും ജൂനിയർ NTRുമായിട്ട് നോർത്തിൽ നിന്നും ഒരു പാൻ ഇന്ത്യൻ സംഭവം വരുന്നുണ്ട്, വാർ 2. അപ്പോൾ LCU പ്രതീക്ഷിച്ച് നിരാശരായവർക്കൊക്കെ സ്പൈ യൂണിവേഴ്സ് കണ്ട് സാറ്റിസ്ഫൈ ആകുമോ? കൂലിക്ക് ഒരു വെല്ലുവിളിയായിട്ട് റിസൾട്ട് വന്നപ്പോൾ ക്ലാഷ് തൂക്കാൻ ചാൻസ് ഉണ്ടോ എന്നൊക്കെ വാർ 2 കണ്ട ഓഡിയൻസിനോട് ചോദിച്ചു നോക്കാം. അപ്പോൾ കൂലി കണ്ട ക്ഷീണം മാറ്റാൻ വാർ 2 കാണാൻ പോകുന്നവരൊക്കെ കമന്റ് ഇടുക, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അപ്പോൾ നേരെ റിവ്യൂലേക്ക് പറഞ്ഞ അവസ്ഥയാണ് ബ്രോ. ഫസ്റ്റിൻ്റെ 7 അയലത്ത് പോലും ആ പടം വന്നിട്ടില്ല. അത് കഥ വയസ്സാണെങ്കിലും ഗ്രാഫിക്സ് ആണെന്നുണ്ടെങ്കിലും എല്ലാം വെറും ശോകമായിരുന്നു. ഇത് എന്തോ അവർ പറഞ്ഞ പ്രകാരം എന്ന് വെച്ചാൽ വാറ് എന്തുവാ 1-ന് മേലെ നിൽക്കുമെന്നായിരുന്നു. 1-ന്റെ അടുത്ത് പോലും ഈ സാധനം വന്നിട്ടില്ല. കൂലിയുടെ ക്ലാഷൊക്കെ ഇറക്കിയ ആ ഒരു ക്വാളിറ്റി ഇല്ല, ആ ഒരു സംഭവമായിട്ട് തോന്നിയില്ല. കൂലി കയറും. ഇപ്പോൾ കൂലിയാണെന്നുണ്ടെങ്കിൽ കമ്പാരിറ്റീവ്ലി ഒരു ലോകേഷ് കനകരാജ് പടത്തിന്റെ ലെവലില്ല. പക്ഷെ അസേ രജനീകാന്ത് പടം എന്നുള്ള രീതിയിൽ അത് നല്ലൊരു പടമാണ്. പക്ഷെ അത് വെച്ച് നോക്കുമ്പോൾ വാറ് അയ്യോ നമുക്കൊന്ന് ഇറങ്ങിയാൽ മതി എന്നുള്ള അവസ്ഥയായിരുന്നു ബ്രോ. ടിപ്പിക്കൽ തെലുങ്ക് പടം എന്ന് വെച്ചാൽ തെലുങ്ക് പടം. ഒരു മ്യൂസിക് ആയാലും ശരി, അഭിനയായാലും ശരി, എല്ലാം വളരെ ശോകമായിരുന്നു. ആക്ച്വലി ഞാൻ വലിയായിട്ട് എക്സ്പെക്ട് ചെയ്തില്ല, പക്ഷെ കൊള്ളായിരുന്നു. ഹൃത്തിക് റോഷനും പിന്നെ NTRയുടെ സീക്വൻസസ് ആയിരുന്നു നല്ലത്. കിയാറ വെറുതെ പടത്തിൽ വെച്ചേക്കുന്നുണ്ട്. ടൈഗർ 3-നെക്കാട്ടി എന്തായാലും ഭേദമാണ്. YRS സ്പൈ യൂണിവേഴ്സിലെ പടങ്ങളെല്ലാം വളരെ പാസബിൾ പടങ്ങളാണ്. പക്ഷെ ഇത് ഇച്ചിരി കൂടെ ഭേദമായിട്ട് കാണാൻ പറ്റുന്ന ഒരെണ്ണം. എൻജോയബിൾ ആണ്. സ്റ്റാർട്ടിംഗ് തൊട്ട് എൻഡിങ് വരെ ആക്ഷൻ സീൻസ് മുഴുവൻ ഉണ്ടാവും. അതുകൊണ്ട് കംപ്ലീറ്റ് ആയിട്ട് എൻജോയ് ചെയ്ത് പടം കാണാൻ പറ്റും. ടിപ്പിക്കൽ മിഷൻ തന്നെ. അതൊക്കെ ടിപ്പിക്കലാണ്. പക്ഷെ ഇവരുടെ രണ്ടുപേരുടെ ഈ ക്യാരക്ടേഴ്സ് ആണ്, അത് കാണാൻ വേണ്ടിയാണ് ഈ പടം ഉള്ളത്. അത് ഫണ്ണായിരുന്നു, അത്രേ ഉള്ളൂ. ഒരു സ്ഥിരം വാർ ടെംപ്ലേറ്റ് പോലെ തന്നെയാണോ? കൊള്ളില്ല മാഷ്, ഒന്നും പറയാനില്ല. നമ്മൾ കണ്ടിട്ടുള്ള മിഷൻ ഇമ്പോസിബിൾ സ്റ്റൺസ് ഒക്കെ കൊണ്ടുവന്നിട്ട് അനാവശ്യമായിട്ട് ഒന്നീ ആ ലൈനിൽ കൊണ്ടുപോകണം. അനാവശ്യമായിട്ട് ഡ്രാമയും കണ്ണീര് ഇമോഷൻസ് സ്ഥിരം മിഷൻ തന്നെയാണ്. എനിക്കിഷ്ടപ്പെട്ടില്ല. എന്തെങ്കിലും പറയാനുണ്ടോ? പുതുമായിട്ട് സ്റ്റൺസ് കൊള്ളാം, അത് ഓക്കെ. അല്ലാണ്ട് 3 മണിക്കൂർ തിയേറ്റർ എക്സ്പീരിയൻസ് കാണാനുണ്ടോ? ഒരു ഭയങ്കര VFX പരിപാടികളും ഒക്കെ, ഒരു ബിഗ് ബഡ്ജറ്റ്. 3 സ്റ്റൺസ് ഉണ്ട്, അത് കൊള്ളാം. 3 സ്റ്റൺസും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പുലിക്ക് ഒരു വെല്ലുവിളി ആവാനുള്ള ചാൻസ് ഉണ്ടോ? ഒരിക്കലും ഇല്ല. നോർത്ത് ഇന്ത്യ പൊളിക്കും, ഇവിടെ അറിയത്തില്ല, അവിടെ പറ്റില്ല എന്ന് പറയുമ്പോൾ ഒരു നമ്മളെ തെലുങ്ക് സിനിമ ബാലകൃഷ്ണയുടെ സിനിമ കാണില്ലേ അമ്മാതിരി ഒരു ഇത് എന്ന് പറയുമ്പോൾ 100 വെടിയുണ്ട ഏറ്റിട്ടും തിരിച്ച് അതിനെയൊക്കെ എടുത്ത് കളഞ്ഞിട്ട് വരുന്ന നായകൻ അമ്മാതിരി. ശരിക്കും എനിക്ക് തോന്നുന്നു NTRനെ അങ്ങ് വലിയ ഹൈപ്പ് കാണിക്കാൻ വേണ്ടിയിട്ട് അവർ ഓവറായിട്ട് കാണിച്ചിട്ടുണ്ട്. കാരണം മലയാളികൾക്ക് ആർക്കും എന്തായാലും ഒരു കാരണവശാലും ഇഷ്ടപ്പെടാൻ സാധ്യതയില്ല. കാരണം ബാലകൃഷ്ണയുടെ സിനിമകളൊക്കെ കാണുന്നില്ല, അതിൽ കാണിക്കുന്ന മാതിരിയുള്ള സംഭവങ്ങളാണ് കാണിക്കുന്നത്. പിന്നെ നമ്മളൊരു വീഡിയോ ഗെയിം കാണുമ്പോൾ ഫസ്റ്റ് ഹാഫൊക്കെ നമ്മളൊരു വീഡിയോ ഗെയിം കണ്ടുകൊണ്ടിരിക്കുന്ന പോലെ ഫുൾ ആക്ഷനാണ് ഈ പറഞ്ഞ പോലെ. VFX കോമഡിയായി. ശരിക്കും VFX ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. നമ്മുടെ NTRനെ കാണിക്കുന്ന ഒരു ഇൻട്രോ സീനുണ്ട്, മാസ് സീനായിട്ട് അവർ കാണിക്കും. തിയേറ്ററിലെ മൊത്തം പേരും ചിരിച്ച് മരിച്ചു. അമ്മാതിരി കോമഡിയായി ആ സീനൊക്കെ. ഋത്തിക് റോഷൻ ആൾവേസ് സൂപ്പർ. പുള്ളിയുടെ ഫൈറ്റ് സീൻസൊക്കെ സൂപ്പറായിട്ടുണ്ട്. പക്ഷേ ഇദ്ദേഹത്തിന് കാണിക്കുമ്പോൾ അത് പിന്നെ ശരിക്കും നമ്മുടെ തെലുങ്ക് സിനിമയിൽ കാണിക്കുന്ന നോർത്തിലും കേരളത്തിലൊക്കെ ഈ സിനിമ പൊട്ടും. പിന്നെ തെലുങ്കിൽ ഉള്ള കാര്യം എനിക്ക് അറിഞ്ഞൂടാ. തെലുങ്കിൽ അവർക്ക് ഈ നായകനെയൊക്കെ അമാനുഷികമായിട്ട് കാണിക്കുന്നില്ലേ, ചിലപ്പോൾ തെലുങ്കിൽ വിജയിക്കാം. പക്ഷേ ക്ലാഷ് കൂലിയുടെ ക്ഷീണം മാറ്റിയോ? കൂലിയുടെ ക്ഷീണം മാറ്റിയില്ല. വാറും കൂലി വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കൂലി തന്നെയാണ് ഏറ്റവും ബെറ്റർ. വാറ് 1-നേക്കാൾ ഏറ്റവും മോശമാണ് വാർ 2. അതായത് എന്തൊക്കെയോ കാണിക്കുന്നു. NTRൊക്കെ ഫ്ലൈറ്റിൽ പറന്ന് വരുന്നു, അങ്ങനെ ചെയ്ത് ഇങ്ങനെ ചെയ്ത് ഒന്നും ഒരു എന്ത് പറയാ, ഒരു വാറിന് തന്നെ ഒരു അപമാനമുള്ള രീതിയിലാണ് 2 എടുത്തിരിക്കുന്നത്. ഒന്നുമില്ല പടത്തിൽ. കാരണം വെടിവെക്കുന്നു, മരിക്കുന്നു, എണീറ്റ് വരുന്നു, വെടിവെക്കുന്നു, മരിക്കുന്നു, എണീറ്റ് വരുന്നു. ഇത്രയേ ഉള്ളൂ. ബോളിവുഡിന് ഒരു മാറ്റമില്ല. ബോളിവുഡിന് ഒരു മാറ്റമില്ല. നല്ല ഈ സ്പൈ യൂണിവേഴ്സിനോട് വെച്ച് നിർത്തിയ വളരെ ഉപകാരമായിരിക്കും. കാരണം ഇത് മെയിൻ വിഷയം എന്ന് പറഞ്ഞാൽ നമ്മൾ 3.5 മണിക്കൂർ സഹിച്ചില്ലേ, അത് തന്നെയാണ് ഏറ്റവും വലിയ വാറ്. മറ്റേ അമീർ ഖാനെ കൊണ്ട് കൂലിയിൽ കോമാളാക്കിയോ അതിൽ ഇതിൽ കൊണ്ട് NTRനെ കോമാളാക്കിയാണ് നിർത്തിയിരിക്കുന്നത്. വാർ 2 എന്ന് വെച്ചാൽ തുടക്കം പോലെ ഇതൊരു പാരലൽ യൂണിവേഴ്സിൽ നടക്കുന്ന സംഭവങ്ങളാണ്. അമ്മാതിരി സംഭവങ്ങളാണ്. അല്ലെങ്കിൽ ഒരു വീഡിയോ ഗെയിം മോഡിൽ നമ്മുടെ മനസ്സിൽ നിന്ന് ട്വീക്ക് ചെയ്ത് കണ്ടുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ പിന്നെ അങ്ങ് എൻജോയ് ചെയ്ത് കണ്ടിരിക്കുക. അല്ലാതെ ഇതിനകത്ത് ലോജിക്ക് നോക്കി ചേട്ടാ ഇത് ആകാശത്തൂടെ എങ്ങനെ പറക്കുന്നത്, ആകാശത്തിൽ കൂടെ പോകുന്ന പ്ലെയിനിൻ്റെ മുകളിൽ ഇവരെങ്ങനെ ചാടി കയറി, ഒന്നും പറ്റുന്നില്ലല്ലോ അവർക്ക്. ഇങ്ങനെ നിങ്ങൾ ചോദ്യങ്ങളൊന്നും ചോദിക്കരുത്. അല്ലാതെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക. ഓക്കെ, ഒരു എൻജോയ്മെന്റ് മൂഡിൽ ഓക്കെ കണ്ടുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. പിന്നെ നമ്മൾ ഇടയ്ക്ക് ഇല്ല കൊണ്ടുപോവാ മൈൻഡ് ഡൈവേർട്ട് അല്ല. ഇത് പാരലൽ യൂണിവേഴ്സാണ്, സംഭവമാണ് എന്നൊക്കെ വീണ്ടും ഒന്ന് പിടിച്ചു കൊണ്ടുവന്നു കഴിഞ്ഞാൽ സംഭവം ഇരുന്ന് കാണാം. പിന്നെ ഋത്തിക് റോഷൻ നമ്മളിപ്പോൾ ബിഗ് സ്ക്രീനിൽ ഇപ്പോഴത്തെ ഒരു ഇത് കാണുമ്പോഴത്തേക്കും കുറച്ചൊരു ഏജിന്റെ ഒരു സംഭവങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. കൂലി പോലെ മടുപ്പിച്ചില്ല. കൂലിയേക്കാൾ ഭേദം
കൂലിയേക്കാൾ ഭേദമായിട്ടാണ് എനിക്ക് തോന്നിയത്. ഓവറായിട്ട് ചിന്തിക്കുന്ന ഒരു ഇത് കാണണ്ട, ആ ലോജിക്കൊക്കെ മാറ്റി വെച്ച് തെലുങ്ക് കാണുന്ന മാസ് മസാല ആക്കി കളഞ്ഞോ, ഓവർ ദ ടോപ്പ് ആക്കി. എവിടെയൊക്കെയോ ഒരു തെലുങ്ക് കയറി വരുന്നുണ്ട്. ഓവറോൾ നോക്കുകയാണെങ്കിൽ എനിക്ക് ഫസ്റ്റിന്റെ അത്ര ഇഷ്ടപ്പെട്ടില്ല, ആവറേജ് എന്ന് പറയാം. പിന്നെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ ഹൃത്തിക്കിന്റെ അത്ര ആരും ചെയ്തിട്ടില്ല. പുള്ളി ആസ് യൂഷ്വൽ നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. ജൂനിയർ NTR പറ്റും പോലൊക്കെ പിടിച്ചു നിൽക്കുന്നുണ്ട്. ഫണ്ണായിട്ട് കണ്ടിരിക്കാല്ലേ VFX എല്ലാം ആയിട്ട്. അതായത് തിയേറ്റർ എക്സ്പീരിയൻസ് സാധനമൊക്കെ ഉണ്ട്, എന്നാലും അവർ ഫസ്റ്റ് എടുത്ത് വെച്ചിരിക്കുന്നില്ലേ, അതിൽ നിന്നൊക്കെ എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഫീൽ ആവുന്നുണ്ട്. കാരണം ആക്ഷനും മാസിലൊക്കെ ലോജിക്ക് കുറവ് നന്നായിട്ടുണ്ട്. ചില സാധനങ്ങളൊക്കെ നമുക്ക് ഒരിക്കലും ചിന്തിക്കാൻ പോലും പറ്റാത്ത രീതിയിൽ പോകുന്നുണ്ട്. അങ്ങനെ കുറച്ച് ഇഷ്യൂസ് ഉണ്ട്. മൂവി ആയിരുന്നു വാർ. ബാക്കിയുള്ള സ്പൈ യൂണിവേഴ്സിന്റെ ഒരു പാർട്ടാണല്ലോ, ബാക്കിയുള്ള മൂവിയേക്കാൾ വാർ കുറച്ചും കൂടെ നല്ല രീതിയിലാണ് നിന്നത്. ഹൃത്തിക്കും NTRന്റെ കോംബോ തന്നെയാണ് ഏറ്റവും നല്ലതായിട്ടുണ്ടായിരുന്നത്. ഭയങ്കര ആക്ഷൻ ബാക്ക്ഡ് ആയിരുന്നു. ആക്ഷൻ ആയിരുന്നു, നല്ല നല്ല ആക്ഷൻ ഇതായിരുന്നു. ബാക്കിയുള്ള മൂവിയേക്കാൾ കുറച്ചും കൂടെ ഉണ്ട്. പിന്നെ ഇമോഷൻസും ഫാമിലി എല്ലാം കൂടെ, ഇമോഷൻസ് ആണ് മെയിൻ ആയിട്ടുള്ളത്.